കണ്ടില്ലല്ലോ. രാവിലെ തൊട്ട് എണീറ്റാണ്. ഉച്ച കഴിഞ്ഞ് ചിലപ്പം വരുമായിരിക്കും. പക്ഷെ അവിടെ സെയിം ചടങ്ങാണ്. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാടുണ്ട്. കാരണം അടുക്കളയിൽ വന്നതിന്റെ കൂടെ വന്ന് കറിയൊക്കെ വെക്കും. ഇത് പറയുന്നവർക്ക് അവർക്ക് പറയാം, പക്ഷെ നമ്മുടെ ആ സാഹചര്യം അവർക്ക് വരണം. അവരുടെ സിസ്റ്ററിനോ വല്ല ഈ അനുഭവം വരുമ്പം അവരിങ്ങനെ പറയത്തില്ല. ഇത് സൂചിച്ചേട്ടൻ മരിച്ച 4 മാസം കഴിഞ്ഞിട്ടില്ലേ. പിന്നെ ഇവിടെ രാകേഷ് വന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ പള്ളിയിൽ പോയി ചേട്ടൻ അടയ്ക്കെടുത്ത് പോയി പ്രാർത്ഥിക്കണം. പിന്നെ ഇവിടെ ഉണ്ട് ഫോട്ടോ, പ്രാർത്ഥിച്ചു വെച്ചേക്കുന്ന ഫോട്ടോ എല്ലാം. ഉച്ച കഴിഞ്ഞ് ചിലപ്പം വരുമായിരിക്കും. പക്ഷെ അവിടെ സെയിം ചടങ്ങാണ്. ഹിന്ദു രീതിയിൽ 2 ചടങ്ങും കൂടെ ആണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അവിടെ നേരത്തെ തീരുവണം മഴയില്ലെങ്കിൽ കയറി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സെയിം ഇവിടെ നമ്മൾ പള്ളിയുടെ രീതി ചടങ്ങാണ്. കാരണം ഏട്ടനെ ഇവിടെ അല്ല അടക്കിയത്. നമുക്കിവിടെ അതുപോലെ അവിടെ അവർ ബലി ഇട്ടായിരുന്നില്ല. എല്ലാ മാസം ബലി 10 ബലി ഉണ്ടായിരുന്നു. പിന്നെ അവരും അവിടെ പേരിൽ ഇങ്ങനെ ചെയ്യണം, പൂജ ചെയ്യണമായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണ അവൻ ഉച്ച കഴിഞ്ഞ് അമ്മ നോക്കട്ടെ സൂചിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫും പറഞ്ഞായിരുന്നു, നേരത്തെ തീരുമാനം മഴയില്ലെങ്കിൽ ഞങ്ങൾ വന്നേക്കാം, നിങ്ങളും ഇവിടെ തീർന്നിട്ട് അങ്ങോട്ട് വന്നേക്കണേന്ന്. പക്ഷെ 2 കൂട്ടർക്കും അങ്ങോട്ടും ഇവിടെ ദൂരമായിരുന്നു. 2 ചടങ്ങ് ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ. രണ്ടാമത്തെ വർഷമല്ലേ ഇത്? എന്തോ ഇതിപ്പോ 2ാമത്തെ വർഷമല്ലേ, 2ാമത്തെ ആണ്ടല്ലേ ഇപ്പൊ രണ്ടാമത്തെ വർഷം. പെട്ടെന്ന് ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത്? ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാടുണ്ട്. കാരണം ഇപ്പം ഞാൻ വേറൊന്നുമില്ല ഇമോഷണലാണ് കയറും. പിന്നെ ഇൻസ്റ്റ തുറന്നപ്പോൾ തന്നെ ഫ്യൂച്ചറിൻ്റെ ആ പണ്ടത്തെ 5-ാം തീയതിത്തെ ഒരു വീഡിയോ ഒന്ന് നടക്കുന്നു. അത് കണ്ടപ്പം കാരണം തലേന്ന് ഹാപ്പി ആയിട്ട് പോയതാണ്. അപ്പോൾ വരാം, വെളുപ്പിനെ വരാം. 12:45 ആയപ്പോൾ 1 മണിക്ക് അടുത്ത ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തായിരുന്നു. ആ ഒരു മുഖമാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ. പിന്നെ ലാസ്റ്റ് എന്നോട് യാത്ര പറഞ്ഞു പോയ മുഖം ഓർമ്മ. ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടോ? വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ. നമ്മുടെ കൂടെ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടോട്ടേ വരത്തില്ല. കാരണം എല്ലാവരും ട്രെയിനിലും ഒക്കെ വരണം. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. വലിയ ചടങ്ങായിട്ടൊന്നും ഇതാ പുതിയ വീട്. ചേട്ടൻ കാണാത്ത ചേട്ടൻ്റെ വീട്. ചേട്ടൻ കഴിഞ്ഞ വർഷം എല്ലാവരും വന്നിരുന്നു, വിളിച്ചെല്ലാവരും വന്നിരുന്നു. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിലെ കുറച്ച് പേരും നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിവിടെ അല്ലായിരുന്നു, മറ്റേ ആ വാടക വീട്ടിലായിരുന്നു. നമ്മുടെ ഈ വീട്ടില് എഴുന്നേറ്റേന്റെ കണ്ടില്ലല്ലോ. രാവിലെ തൊട്ട് എണീറ്റാണ്. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. ഏത് സ്കൂളാ? സന്തോഷമാണല്ലോ സ്കൂളിലെ കാര്യം പറഞ്ഞപ്പോ. ഇന്നലെ പോയോ? സ്കൂൾ തുറന്നപ്പോ പോയോ? പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ട? ഏതാ ഫ്രണ്ടിന്റെ ഒരു പേര് പറ, ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്, ഒരു കൂട്ടുകാരന്റെ പേര് പറ. സ്കൂളിൽ പോകണത് ഇഷ്ടമാണോ? സ്കൂളിൽ പോകണത് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? കൂട്ടുകാരന്റെ പേരില്ല പിന്നെ ഇല്ല, ചെയ്തില്ല. പുതിയ അടുക്കള
എന്നെ സഹായിക്കുകയെല്ലാം ചെയ്യും. എൻ്റെ മോനെ പോലെ നമ്മുടെ കൂടെ അടുക്കള വന്നു എന്നെ സഹായിക്കും എല്ലാ കാര്യവും. അടുക്കളയിലൊക്കെ വന്ന് സഹായിക്കുമായിരുന്നു. അടുക്കളയിൽ വന്ന് എൻ്റെ കൂടെ വന്ന് കറിയൊക്കെ വെക്കും. കഞ്ഞി മാത്രം വെച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫുഡ് തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം വന്ന് ചായ ഇട്ട് ഞങ്ങളുടെ കൈ കൊടുക്കും. നോക്കാൻ മേല. രേണുവിൻ്റെ ഒരാളുടെ സഹായത്താൽ ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ? പപ്പായ്ക്ക് മേലല്ലേ സുഖമില്ലായിരിക്കുക. പിന്നെ രേണു കൊണ്ടുവരുന്നുണ്ട്. പപ്പായി ഞാനും വെച്ചു. പപ്പായ്ക്ക് ഓപ്പറേഷൻ ചെയ്ത 2 ഓപ്പറേഷൻ ചെയ്തു. സുധി മരിക്കുമ്പോൾ ആശുപത്രി കിടക്കുക. ഓപ്പറേഷൻ ചെയ്തു. ആദ്യം അറ്റാക്കിട്ട് ക്രോസ് ടോപ്പിന് എന്ത് ചെയ്താണ് അതെടുത്ത് കളഞ്ഞ് അന്ന് ആശുപത്രി കിടക്കുമ്പോഴാണ് സുധി മരിക്കുന്നത്. അവിടെ വെച്ചാൽ ചോദിച്ചിട്ട് പോരുമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ കൊച്ചിനെ നോക്കുക. രേണു ഒറ്റയ്ക്ക് ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി കിടന്ന് ഓടുന്നു. അപ്പം എന്താണ് തോന്നുന്നത് അമ്മയ്ക്കത്? കഷ്ടപ്പാടായിരുന്നു. പോയി പിന്നെ എല്ലാം ദൈവം നടത്തട്ടെ. രേണു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കുടുംബത്തിനൊരു നല്ലൊരു ആശ്വാസമാവും തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ നടക്കും. പെട്ടെന്ന് എന്താ സൂചേട്ടനെ കുറിച്ച് ഓർമ്മ വരുന്ന ഈ ദിവസം? ഓക്കെ, ഇന്ന് പുള്ളി വിട്ടുപോയിട്ട് 2 വർഷം തികയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലായി? അപ്പോൾ രേണു ഒറ്റയ്ക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യാണ് ഫാമിലിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുടുംബത്തിൽ. അപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ആൾക്കാർ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. ചേച്ചി അതെങ്ങനെയാണ് കാണുന്നത്? നെഗറ്റീവ് പറയുന്നവർക്ക് അവർക്ക് പറയാം, പക്ഷേ നമ്മുടെ ആ സാഹചര്യം അവർക്ക് വരണം. അവരുടെ വീട്ടിൽ അവരുടെ വൈഫോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ ഈ പറയുന്നവരുടെ നെഗറ്റീവ് പറയുന്നവരുടെ സഹോദരിയോ അവരുടെ സിസ്റ്ററിനോ വല്ല ഈ അനുഭവം വരുമ്പം അവരിങ്ങനെ പറയത്തില്ല. കാരണം അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ജീവിക്കാൻ കുഞ്ഞിനെ വളർത്താൻ അതിന് കാശ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. പറയുന്നവർക്ക് പറയാം. നമുക്ക് പൈസ ഇല്ലാതെ കുഞ്ഞുങ്ങളെ പറയുന്നവരാരും ഇപ്പോഴത്തെ കാലത്ത് ഫ്രീ ആയിട്ടോ അല്ലെ താൻ ഒന്നും കാണാതെ ആരും ഒന്നും തരത്തില്ല. അവർ കുഞ്ഞുങ്ങളെ വളർത്തണം, ജീവിക്കണം. അതിന് അവളിത്തിറങ്ങി പറയുന്നവർ അവരുടെ ഇഷ്ടം, അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രേണുസുധിക്ക് ബിഗ് ബോസിൽ കിട്ടണമെന്നാണ്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനൊരു ചെറുതായിട്ടെങ്കിലൊരു സഹായം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാല്ലേ? അവന് 18 വയസ്സായപ്പോഴാണ് ഏട്ടൻ പോയത്. അപ്പം ആള് അന്നും ഈ 2 കുഞ്ഞുങ്ങളെയും എന്നെയും വരെ കുഞ്ഞ് പോലാണ് ആള് കണ്ടത്. ഞാൻ പറയും കിച്ചു വലിയ കുട്ടിയായി, അവന് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ സങ്കടത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ രേണുവിൻ്റെ ആദ്യ വിവാഹമായിരുന്നു. അപ്പം സുധിച്ചേട്ടൻ്റെ 2ാമത്തെ വിവാഹമായിരുന്നു. അപ്പം രേണുവിൻ്റെ വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ വിവാഹത്തിൽ? ഇല്ല, ആദ്യമൊക്കെ എതിർപ്പ് അങ്ങനെ അറിയില്ലല്ലോ, സുചേട്ടനെ അറിയില്ലായിരുന്നു. പിന്നെ സുചേട്ടനെ കണ്ടപ്പം സുചേട്ടൻ എന്നെക്കാളും കൂടുതൽ അവരുടെ അടുത്താണ്, സുചേട്ടൻ്റെ അടുത്താണ്. കാരണം അവർ സുചേട്ടൻ ഇവിടുത്തെ അമ്മ പപ്പ ചേച്ചി ഇവരൊക്കെ ആയിട്ടാണ്. സുചേട്ടൻ എപ്പോഴും അടുക്കളയിലൊക്കെ തന്നെയായിരുന്നു, ഫുഡ് വെക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ട്. വീട്ടിലുള്ള സമയത്തെല്ലാം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തും ഇഷ്ടമാണ് പാചകം. അത് ഇവിടെ നിന്നല്ല, കൊല്ലത്താണേലും ഇഷ്ടമാണ്. അപ്പോൾ കൊല്ലത്തെ അമ്മയ്ക്കാണെങ്കിലും മീൻ വെട്ടി കൊടുക്കാനും ഒക്കെ ആള് തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടായുസിനെ ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിപ്പാനും കഴിഞ്ഞ കാലങ്ങളങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും
നന്ദിയോട് ഓർപ്പാനും അങ്ങനെയുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്നീരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ ഇരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.